നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. അപ്പൊ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് പോയാലോ? അപ്പൊ കറണ്ട് അഫയേഴ്സ് കണ്ടു പഠിച്ചതിന് ശേഷം ഇതിന്റെ പരീക്ഷ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സിന്റെ പരീക്ഷ ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഹർഷിതം എഡ്യൂടെക് ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പൊ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന PSC പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് ബാച്ച് കോഴ്സുകൾ റണ്ണിങ് ആണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ഞാൻ തന്നെയാണ് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. പിന്നെ ക്ലാസ് കണ്ടിട്ട് ആപ്പിൽ തന്നെ ഡൗട്ട് എന്നോട് ഡയറക്ട്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. അപ്പൊ ആപ്പ് ഡൗൺലോഡ് ലിങ്കും ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ, ലാബ് അസിസ്റ്റന്റ് മെയിൻസ്, പിന്നെ ഇനി വിളിക്കാനിരിക്കുന്ന കമ്പനി LGS, VFA, ബെവ്കോ LD, ജനറൽ PSC പരീക്ഷ, അതുപോലെ 10th പ്രിലിംസ് 2025 ബാച്ച് കോഴ്സുകൾ റണ്ണിങ് ആണ്. പുതിയ പുതിയ ബാച്ച് കോഴ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകൾ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ സ്റ്റോർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വരും കേട്ടോ. കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ അൺലോക്ക് ആവും. ക്ലാസ് കണ്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഷാജി N കരുണിനെ പറ്റി കുറച്ച് പോയിന്റ്സും കൂടി പറയാനുണ്ട്. ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിറവി, സ്വം, കുട്ടീസ് റാങ്ക്, വാനപ്രസ്ഥം, സോപാനം മുതലായവയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രം ഏതാണ്? പിറവി എന്നതാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രം. 1988 ഇദ്ദേഹം ആദ്യത്തെ ചിത്രമായ പിറവി സംവിധാനം ചെയ്യുന്നത്. ആ വർഷം തന്നെയാണ് ഇദ്ദേഹത്തിന് 1988 ആ വർഷം തന്നെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചു. മികച്ച രണ്ടാമത്തെ ചിത്രം ഇദ്ദേഹം സംവിധാനം ചെയ്ത പിറവി എന്ന ചിത്രമാണ്. അപ്പൊ മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരം 1988 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ്. ഏത് ചിത്രത്തിനാണ് ലഭിച്ചത്? പിറവി എന്ന ചിത്രത്തിനാണ് ലഭിച്ചത്. 1989 മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം, ദേശീയ പുരസ്കാരം പിറവി എന്ന ചിത്രത്തിനാണ് ലഭിച്ചത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായ പിറവിക്ക് തന്നെ 1989 മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. കൂടാതെ ആ വർഷം തന്നെ മികച്ച സംവിധായകനുള്ള പുരസ്കാരവും ഇദ്ദേഹത്തിന് തന്നെയാണ് ലഭിച്ചത്. അപ്പൊ 1989 മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം പിറവിക്കും മികച്ച സംവിധായകനുള്ള പുരസ്കാരം ഷാജി N കരുണിനുമാണ് ലഭിച്ചതെന്ന് ഓർക്കുക. ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രം സ്വം എന്ന ചിത്രമാണ്. സ്വം എന്ന ചിത്രം, ഈ ചിത്രം പുറത്തിറങ്ങിയ വർഷം 1994 1994. പിറവി എന്ന ചിത്രത്തിന് കാൻ ചലച്ചിത്ര മേളയിൽ പ്രത്യേക പരാമർശവും ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ കലാ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ഫ്രഞ്ച് സർക്കാരിന്റെ ദ ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ആർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു? ഷാജി N കരുണിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കലാ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ഫ്രഞ്ച് സർക്കാരിന്റെ ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ആർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു? ഷാജി N കരുണിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് IOCയുടെ ഒരു ഫാക്ട് ആണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റ് പദവി ആർക്ക് ലഭിച്ചു? തോമസ് ബാക്കിന് ലഭിച്ചു. തോമസ് ബാക്ക്. IOCയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? വനിതയാണ്, ക്രിസ്റ്റി കവൻട്രി. അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. IOCയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റ് ആരാണ്? തോമസ് ബാക്ക്. തോമസ് ബാക്ക്. UN മനുഷ്യാവകാശ കമ്മീഷൻ UNHRC ഇതിൽ നിന്നും പിന്മാറുന്ന രാജ്യം ഏത്? USA ആണ്. USA ഓർത്തിരിക്കുക. 267 മാർപ്പാപ്പയായി സ്ഥാനമേറ്റത് ആര്? ലിയോ 14 USA. ഇദ്ദേഹത്തിന്റെ സ്വദേശം അമേരിക്കയാണ്. ലിയോ 14 267 മാർപ്പാപ്പയായി സ്ഥാനമേറ്റത്. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആയി സ്ഥാനമേറ്റത് ആര്? BR ഗവായി ആണ്. 51ാമത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? സഞ്ജീവ് ഖന്ന. സഞ്ജീവ് ഖന്ന വിരമിച്ച ഒഴിവിലേക്കാണ് ആര് വന്നത്? BR ഗവായി. അപ്പൊ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ തലവനായിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ആര് നിയമിതനായി? BR ഗവായി. ഇദ്ദേഹം ദളിത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. മലയാളിയായ KG ബാലകൃഷ്ണന് ശേഷം പരമോന്നത നീതിപീഠത്തിന്റെ തലവനായി വരുന്ന രണ്ടാമത്തെ ദളിതനാണ് ആര്? BR ഗവായി. BR ഗവായി.
KG ബാലകൃഷ്ണനായിരുന്നു ആദ്യത്തെ ദളിത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തി, മലയാളിയും കൂടിയായിരുന്നു. ഇപ്പൊ ആരാണ് രണ്ടാമത്തെ വ്യക്തി? BR ഗവായി. അപ്പൊ പ്രസന്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? BR ഗവായി. ഇനി ഫാക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് കേരള നയ കമ്മീഷൻ കുറച്ച് സ്ഥലങ്ങൾക്ക് ബ്രാൻഡിംഗ് നൽകി. ആ ബ്രാൻഡിംഗ് എന്തൊക്കെയാണെന്ന് നോക്കാം. തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും നൽകിയ ബ്രാൻഡിംഗ് ആണ് വിജ്ഞാന ഇടനാഴി. വിജ്ഞാന ഇടനാഴി എന്ന ബ്രാൻഡിംഗ് ലഭിച്ചത് തിരുവനന്തപുരത്തിനും കൊല്ലത്തിനുമാണ്. കോഴിക്കോടിന് ലഭിച്ചത് സാഹിത്യ നഗരം എന്ന ബ്രാൻഡിംഗ് ആണ്, സാഹിത്യ നഗരം. തൃശൂരിനും കൊച്ചിക്കും ലഭിച്ചത് ധന സാങ്കേതിക വിദ്യാ ഹബ്ബ്, ധനസാങ്കേതിക വിദ്യാ ഹബ്ബ്. പാലക്കാടിനും കാസർഗോഡിനും വ്യവസായ സ്മാർട്ട് സിറ്റി, വ്യവസായ സ്മാർട്ട് സിറ്റി എന്ന ബ്രാൻഡിംഗ് ആണ് ലഭിച്ചത്. കണ്ണൂരിനോ ഫാഷൻ സിറ്റി എന്ന ബ്രാൻഡിംഗ് ആണ് ലഭിച്ചത്. അപ്പൊ തിരുവനന്തപുരം, കൊല്ലം വിജ്ഞാന ഇടനാഴി, കോഴിക്കോട് സാഹിത്യ നഗരം, അത് മറക്കത്തില്ല, കോഴിക്കോട് സാഹിത്യ നഗരം. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ കോച്ചിങ് സെന്റേഴ്സ് ഒക്കെ ഉള്ളത് അല്ലെ. അപ്പൊ വിജ്ഞാന ഇടനാഴി, ഏറ്റവും കൂടുതൽ ആൾക്കാർ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതും തിരുവനന്തപുരം ജില്ലയിലാണെന്ന് അറിയാലോ. അപ്പൊ വിജ്ഞാനം എന്ന തിരുവനന്തപുരം കൊല്ലം കട്ട കോമ്പിനേഷൻ തന്നെയാണ്. തിരുവനന്തപുരവും കൊല്ലവും വിജ്ഞാന ഇടനാഴി എന്ന ബ്രാൻഡിംഗ് ആണ് ലഭിച്ചത്. കോഴിക്കോട് പിന്നെ നിങ്ങൾക്ക് ഓർക്കാം, സാഹിത്യ നഗര പദവി ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു. കൊച്ചി, തൃശ്ശൂര്, കൊച്ചിയെ എപ്പോഴും ധനപരമായും സാങ്കേതികപരമായും വളരെ ഡെവലപ്പ് ചെയ്ത സ്ഥലമായിട്ടാണ് കാണുന്നത്. അപ്പൊ കൊച്ചിയും തൃശ്ശൂരും ധന സാങ്കേതിക ഹബ്ബാണ്. പാലക്കാട്, കാസർഗോഡ് വ്യവസായ സ്മാർട്ട് സിറ്റികൾ. കണ്ണൂർ ഫാഷൻ സിറ്റി, കണ്ണൂർ ഫാഷൻ സിറ്റി. ഓക്കെ, അടുത്ത ഫാക്ട്, 2024-25 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏത്? കേരളമാണ് ഒന്നാമതെത്തിയത്. സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിന് മറ്റൊരു അംഗീകാരം കൂടി ലഭിച്ചു. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ പുരസ്കാരം അടുത്തിടെ ലഭിച്ച സംസ്ഥാനം ഏത്? കേരളമാണ്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ പുരസ്കാരം അടുത്തിടെ ലഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. 2025 ബിംസ്റ്റെക് ഉച്ചകോടി നടന്നത് എവിടെ? തായ്ലൻഡ്. ബിംസ്റ്റെക് കൺട്രീസ് ഏതൊക്കെയാണ്? 7 കൺട്രീസ് ഉണ്ട്. ഈ പേരിൽ തന്നെ കിട്ടും. ബംഗ്ലാദേശ്, ഇന്ത്യ, മ്യാൻമർ, ശ്രീലങ്ക, തായ്ലൻഡ്, നേപ്പാൾ, ഭൂട്ടാൻ. ഇവിടെ തായ്ലൻഡിൽ വെച്ചിട്ടാണ് തായ്ലൻഡിൽ വെച്ചാണ് 2025 ബിംസ്റ്റെക് ഉച്ചകോടി നടന്നത്. അപ്പൊ ബിംസ്റ്റെക് കൺട്രീസ് ഏതൊക്കെയാണ്? ബംഗ്ലാദേശ്, ഇന്ത്യ, മ്യാൻമർ, ശ്രീലങ്ക, തായ്ലൻഡ്, നേപ്പാളും ഭൂട്ടാനും കൂടി ഓർത്തിരിക്കുക. 2025 വനിതാ പ്രീമിയർ ലീഗ് ജേതാക്കൾ മുംബൈ ഇന്ത്യൻസ് ആണ്. ഫൈനലിൽ ഏത് ടീമിനെ പരാജയപ്പെടുത്തി? ഡൽഹി ക്യാപിറ്റൽസിനെയാണ് പരാജയപ്പെടുത്തിയത്. 2025 WPL ജേതാക്കൾ മുംബൈ ഇന്ത്യൻസ്, ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തി. ക്ലിയർ? അപ്പൊ പറഞ്ഞ ഫാക്ട്സ് ഒന്നുകൂടെ ഒന്ന് നോക്കാം. പിറവി എന്നതാണ് ഷാജി എൻ കരുണിന്റെ ആദ്യത്തെ ചിത്രം. സംവിധാനം ചെയ്ത ആദ്യത്തെ ചിത്രം വർഷം 1988. ആ വർഷം തന്നെ സംസ്ഥാന തലത്തിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചു. 89 മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം, മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം 89 തന്നെ. ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രം സ്വം 1994 പുറത്തിറങ്ങിയത്. പിന്നെ പിറവി കാൻ ചലച്ചിത്രമേളയിൽ പരാമർശം ലഭിച്ച ചിത്രമാണ്. ഫ്രഞ്ച് സർക്കാരിന്റെ ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ഷാജി എൻ കരുണിന് ലഭിച്ചിട്ടുണ്ട്. IOCയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റ് തോമസ് ബാക്ക്. UNHRCയിൽ നിന്നും പിന്മാറുന്ന രാജ്യം USA. 267 മാർപ്പാപ്പ ലിയോ 14 ഇദ്ദേഹം USA കാരനാണ്. സുപ്രീം കോടതി 52 ചീഫ് ജസ്റ്റിസ് BR ഗവായി. 51 ആരാണ്? സഞ്ജീവ് ഖന്നയാണ്. സഞ്ജീവ് ഖന്ന. പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് കേരള നയ കമ്മീഷൻ ബ്രാൻഡിംഗ് നൽകിയ സ്ഥലങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം വിജ്ഞാന ഇടനാഴി, കോഴിക്കോട് സാഹിത്യ നഗരം, തൃശൂർ, കൊച്ചി ധനസാങ്കേതിക ഹബ്ബ്, പാലക്കാട്, കാസർഗോഡ് വ്യവസായ സ്മാർട്ട് സിറ്റി, കണ്ണൂർ ഫാഷൻ സിറ്റി. 2024-25 ദേശീയ തൊഴിലുറപ്പ് സോഷ്യൽ ഓഡിറ്റിംഗ് പ്രകാരം ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ പുരസ്കാരം അടുത്തിടെ ലഭിച്ച സംസ്ഥാനം കേരളം. 2025 ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി തായ്ലൻഡ്. 2025 WPL ജേതാക്കൾ മുംബൈ ഇന്ത്യൻസ്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് പരാജയപ്പെടുത്തിയത്. ഓക്കെ,
അപ്പൊ ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ. മനസ്സിലായി എന്ന് കരുതുന്നു. പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടെലഗ്രാം ചാനൽ എന്തായാലും ജോയിൻ ചെയ്ത് വെച്ചേക്കാം. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലും കോഴ്സുകളെല്ലാം നടന്നു വരികയാണ്. നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ, റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ ഉന്നത സ്ഥാനത്തെത്താൻ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും സ്വാഗതം. ഞാൻ നേടി ഒരു ഗവൺമെന്റ് ജോലി നിങ്ങൾക്കും നേടാനാകും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.